ഖബറിനെ പേടിയാ. ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും ഖബറിനെ പറ്റി വേറെ ഞാൻ പറഞ്ഞിട്ടില്ല. ഖബർ അതൊന്നും എനിക്ക് പേടിക്കേണ്ടിയില്ല എന്ന് എൻ്റെ വിശ്വാസം. അതെന്തുകൊണ്ട് നമ്മളെ വാക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഖബർ ശിക്ഷ ഉണ്ടാവില്ല എന്നൊന്നും ഇല്ലയെന്ന് എനിക്ക് വാദമില്ല. അതേ സമയത്ത് ഈ ഇവിടെയും കഷ്ടപ്പെട്ട് പിന്നെ അവിടെയും കഷ്ടപ്പെടുന്ന എന്തിനാണ്? ഈ കഷ്ടപ്പെടുമ്പോൾ ആത്മാർത്ഥത പുറത്തിയാൽ മതി. മനസ്സിലായില്ല? ഇപ്പം മഹ്ശറിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആയിക്കോട്ടെ, മഹ്ശറിൽ ബുദ്ധിമുട്ടായിക്കോട്ടെ. ഒറിജിനൽ ഇക്കാമല്ലാത്തവന് ത്രിബിൾ ഞാനെ കണ്ടാൽ പേടിയാവും. മനസ്സിലായില്ല? ജിദ്ദയിൽ ഇറങ്ങി നിന്നപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ ഒറിജിനൽ ഇക്കാമല്ല, ഒരു പോലീസ് കൊണ്ടാണ് എൻ്റെ പേടിയാവും. എൻ്റെ കയ്യിൽ ഒറിജിനൽ ഇക്കാമയാണ്. ഷെയ്ഖ് അവിടുത്തെ ഫഹദ് രാജാവിൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ കഫീൽ. ഒറിജിനൽ ഇക്കാമ നേരെ കൊണ്ടിട്ട് അടിച്ച് നിന്നാണ്. ഈ ബിരുദം ചെല്ലണ്ടപ്പോൾ തന്നെ ആ ഓഫീസർ വരെ എണീറ്റുണ്ട്. കാരണം അത് രാജാവിൻ്റെ ജോലിക്കാരൻ. അങ്ങനെയുള്ള ഇക്കാമുള്ള ആൾക്ക് പോലീസ് വണ്ടിയുണ്ട്, എന്ത് പേടിയാണ്? നാർക്കോട്ടിക് സാധനങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നടക്കുന്ന പോലീസുകാരുണ്ട്. അല്ലാഹു തആല അതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ പോലീസുകാരെ കാണുമ്പോഴത്തിന് കഞ്ചാവിൻ്റെ വിൽപ്പനക്കാരന് ബേജാറാവും. ആ അങ്ങാടി വിഷയമുണ്ട്, എനിക്ക് ബേജാറുണ്ട്. പക്ഷെ കഞ്ചാവ് കണ്ടിട്ടില്ല, വലിച്ചിട്ടില്ല കാലം വരെ. പിന്നെ ഇതിന് മേടിക്കുന്നു. എവിടെ എടുക്കേണ്ട പണി ഇവിടെ എടുത്താൽ അവിടെ പേടിക്കണ്ട. അതിനർത്ഥം നമ്മൾ പണിയെടുത്തു എന്നല്ല. അള്ളാഹു അതിലേക്ക് നമ്മൾ എത്തിക്കട്ടെ. അത്ര ദുആയാണ് വേണ്ടത്. പഠിച്ചവനെ, എനിക്ക് നിന്റെ വജഹിന് വേണ്ടി പണിയെടുക്കാൻ കഴിയണേ, അത്ര മതി. പിന്നെ കയ്യലും കയ്യാതിരിക്കലും ഒക്കെ അതെൻ്റെ ആഗ്രഹമാണ്. അത് നടത്തി തരാൻ ആരാണ്? അള്ളാഹുവാണ്. ആത്മാർത്ഥമാണ് തേടിയതെങ്കിൽ മരിക്കുന്ന മുമ്പ് അള്ളാൻ്റെ ആളായി മരിക്കും. പിന്നത്തെ പോലീസ് മലക്കുകൾ കണ്ടാൽ നമ്മളെ കണ്ട് മാറിക്കുന്നല്ലാണ്ട് എന്തിനു പേടിക്കുന്നു? മലക്കുകൾ തല്ലുന്നു. നമ്മൾ ജീവിതത്തിൽ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. തെറ്റിയല്ലോ, മനുഷ്യന്മാർ തെറ്റിയില്ലേ? അന്ന് നമുക്ക് എന്തല്ലായിരുന്നു? മനസ്സിലായില്ല? എന്തിനാ നിനക്ക്? നീ റബ്ബിൻ്റെ ആളാണെങ്കിൽ എല്ലാം. ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ട് കള്ളുടിച്ചില്ലേ? അവൾക്ക് നേരെ കണ്ടു. ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ട് ബദരീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബദരീങ്ങളിൽപ്പെട്ട ചില ആളുകൾ ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങി. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനൊപ്പം നിന്ന് കള്ളുടിച്ചു എന്നല്ല, മദീനയിൽ തിരിച്ചെത്തിയതിനു ശേഷം അവരെന്ത് ചെയ്തു? പിറ്റേ ദിവസം പോയിട്ട് എന്ത് ചെയ്ത്? കള്ളുടിച്ചു. കള്ളു കുടിച്ച ഒരാൾ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണ്. എന്തെങ്കിലും കള്ളുടിച്ച് അറിയുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാൻ മടി. കള്ളു കുടിച്ച ഒരാൾ ആരാണ്? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബാണോ? അടിച്ച് പൂസായിട്ട് കള്ളു കുടിച്ച് ഫുള്ളായി. അലിയാർക്ക് ഹബീബ റസൂലുള്ളാഹി കൊടുത്ത ഒട്ടകത്തെ കുത്തിക്കൊന്നു. അപ്പോഴാണ് എന്ത് ചെയ്ത്? അലിയാർ വരുന്നത് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി. ഇതിൻ്റെ പുറത്ത് തൊഴിലെടുപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഉപജീവനം നടത്താൻ. ഫാത്തിമ ബീവിനെ കല്യാണം കഴിക്കണം, ഒട്ടകം ചത്തി കിടക്കുക. അപ്പോൾ ആരോ വന്ന് പിന്നെ റസൂലുള്ളാഹി ഇത് അറിഞ്ഞ റസൂലുള്ളാഹിക്ക് വിഷമായി. അപ്പോൾ ആരോ ചോദിക്കാൻ വേണ്ടി വന്നു. റസൂലുള്ളാഹി എന്നെ വിളിക്കുന്നുണ്ട്, ഹംസനോട്. നിങ്ങളെ കാര്യം നിങ്ങളൊക്കെ എൻ്റെ ബാപ്പാൻ്റെ വീട്ടുവാതിൽക്കൽ അടിമകളായിരുന്നവരല്ലേ? എന്നോട് വർത്താനം പറയും. നിങ്ങളൊക്കെ ആര്? ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. ആര് പറഞ്ഞു? പിന്നെ കള്ളൊക്കെ ഇറങ്ങിയപ്പോൾ അന്തം കിട്ടിയപ്പോഴാണ് റസൂലുള്ളാഹി വിളിച്ചിട്ട് ആരെ എങ്ങനെ ഞങ്ങൾ പറഞ്ഞു പാടിച്ചു. അപ്പം റസൂലുള്ളാഹിന്റെ കാലിക്ക് പോയി വീണു. ഫിദാക ബി വ ഉമ്മി. അപ്പോഴത്തേന് ജിബ്രീൽ വന്നു. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വല്ലത്. പിന്നെ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. അതുവരെ അല്ലാഹു ഹറാമാക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? അത് മാറ്റി വെക്കേണ്ട ശൈലിയും കാര്യവും അക്കാലത്തില്ല. കാരണം കള്ളു കുടിച്ച് രാവും പകലും പെണ്ണുടിച്ചിരുന്ന ഒരു ജനതയിൽ നിന്നാണ് അവരൊക്കെ വളരുന്നത്. തെറ്റാന്നാണ് മനസ്സിലായ ഉടനെ നിർത്തി. മനസ്സിലാണ്ട് പറഞ്ഞത് അറിയ മനുഷ്യന്മാരെ. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം അവർ കള്ളുടിച്ച് പൂസായി നിന്നപ്പോൾ നബി പറഞ്ഞു, നിങ്ങളൊക്കെ കള്ളുടി ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ ബദർക്ക് കൊണ്ടുപോയിക്കോളാം. അങ്ങനെയാണോ? ആണോ? അല്ലെങ്ങായി ബദർ യുദ്ധം കഴിഞ്ഞിട്ടും കള്ളുടിച്ചു. എന്തുകൊണ്ട് കള്ളുടിച്ചു? എന്തുകൊണ്ട് കള്ളുടിച്ചു? അന്ന് കള്ള് ഹറാമല്ല. ശരി, ഇനി നീയും ഞാനും കള്ള് ഹറാമാണ് എന്നെ. പിന്നെ ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ എനിക്കണത്. ഒരു കാലത്ത് നമുക്ക് അള്ളാഹിനെ പറ്റി പോരല്ല, കള്ളുടിച്ചടന്നു. പിന്നെ നിന്റെ ലൈഫിന്റെ പർപ്പസ് നീ മനസ്സിലാക്കി
അള്ളാനെ തേടലാണ്, അവന്റെ ഇഷ്ടം അന്വേഷിക്കലാണ് നിന്റെ ലക്ഷ്യം. അത് കണ്ടപ്പോഴത്തിന് ഈ വീണുപോയി. റബ്ബേ എന്നില്ല. പിന്നെ കരഞ്ഞു, പിന്നെ പൊട്ടിക്കരഞ്ഞു. വൈകുന്നേരമായാല് പെരപരാന്തരം കക്കാൻ വേണ്ടി അടക്കലായിരുന്നു ബീച്ചാങ്കത്തി കൊണ്ട്. അതായിരുന്നു എന്റെ പണി. അന്നെനിക്ക് അന്തല്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞു റബ്ബിനെ തിരിഞ്ഞപ്പോ വീണു. റബ്ബേ എന്റെ ജീവിതം നശിച്ചുവല്ലോ, റബ്ബേ ഞാൻ പലരും മോട്ടിച്ചല്ലോ, റബ്ബേ ഞാൻ കള്ളുടിച്ചല്ലോ, റബ്ബേ റബ്ബേ. പിന്നെ എന്റെ പണി കരയിലാണ്. ആരെ ഓർത്ത്? താൻ ചെയ്ത റബ്ബിന് ഇഷ്ടമില്ലാത്ത താൻ ചെയ്തല്ലോ എന്നോർത്ത് കരഞ്ഞാൽ പിന്നെ റബ്ബെ എങ്ങനെ ശിക്ഷിക്ക? റബ്ബാരാ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആദ്യം നമുക്ക് റബ്ബിനെ തിരിയണം. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇത് അവിടുന്ന് മേറാമെന്ന് ചൊല്ലിത്തരും, നമ്മളും ചൊല്ലും. അവരും മൂരിക്കുട്ടീൻ്റെ കാര്യം ആലോചിക്കും, നമ്മൾ ആടിൻ്റെ കുട്ടീൻ്റെ കാര്യം ആലോചിക്കും. അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ ഇത് 3 വട്ടം ചൊല്ലി. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനി ജന്നത അതും 3 വട്ടം ചൊല്ലി. പിന്നെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ അതും ചൊല്ലി. പിന്നെ ആള് ചൊല്ലിക്കൊടുത്ത ആളുടെ ആളാണ് ഞാൻ. ആ ചൊല്ലിക്കൊടുത്ത് എല്ലാവരും പോകണുണ്ടപ്പോഴാണ് ഞാൻ ആ ചൊല്ലി കഴിഞ്ഞോ എന്ന് ആലോചിക്കുന്നത്. എൻ്റെ മനസ്സവിടെ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വേറൊരുത്തനും ദോഷിയാണ്. ഓന് ഈ അസ്അലുക്കൽ ജന്നത്തെ കേൾക്കാനും അത് പൊട്ടിക്കരഞ്ഞ് ചെല്ലാൻ വേണ്ടി ആ പള്ളിക്ക് തന്നെ റമളാൻ മാസത്തിൽ വരുന്നത്. ഓൻ ഫുൾ ടൈം കള്ളുടിയനായിരുന്നു. ഓൻ മോലിയേര്. അവൻ്റെ വീക്ഷണപ്രകാരം കുറ്റം ചെയ്യാത്ത നല്ല മനുഷ്യൻ. ആ മനുഷ്യൻ ചെല്ലിത്തരിക, ഞാൻ ചെല്ലുക. അങ്ങനെ തന്നെയല്ലേ നമ്മൾ, അല്ലേ? അറിയാം. അപ്പം നമ്മൾ ചെല്ലും. അപ്പം നമ്മളെ മനസ്സ് ഉരുകാണ്. പഠിച്ചോനെ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ്, എന്ത് ഞാൻ കുടിച്ച കള്ളിന് കൈ കണക്കൂല, ഞാൻ ചെയ്ത തോന്നിയാസത്തിന് കൈ കണക്കും. എനിക്ക് പൂർത്തിയായിരുന്നു. റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ ദോഷങ്ങളെ കരിച്ചിരുന്ന മാസം എന്നാണ്. റബ്ബജി കരിച്ചു തരണം. ആ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ നീ ചെയ്താൽ 60 കൊല്ലല്ല 600 കൊല്ലം കള്ളുടിച്ചാൽ മകണ്ട. തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തിന്ന ആളെയാണ് ആദ്യം കയറ്റുക. അയിലത്തോടരുത്, പുറത്തറിയണ്ട രഹസ്യ. അയിലത്തോടരുത് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ തൊട്ടുണ്ടോ? അല്ല, നമ്മളൊക്കെ സ്വർഗത്തിൽ പിന്നെ കയറ്റാം. നമ്മൾ സ്വർഗത്തിൽ നിന്ന് എടുക്കാൻ പാടില്ലാത്തൊരു സാധനം എടുത്തിട്ടുണ്ടോ? പഠിച്ചോനെ പറയേ, അല്ലാഹു പറയേ, സ്വർഗത്തിന് എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടോ? സ്വർഗത്തിന് എന്തെങ്കിലും കട്ടെടുത്ത ആരെ കൂടുതലുള്ളത്? ഒരാളില്ലങ്ങായി. തൊട്ടുപോകരുതട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളൊക്കെ സ്വർഗത്തേക്ക് വരികയാണെങ്കിൽ നേരത്തും അല്ലാഹു തആലാക്ക് എന്ത് പറയാ? കയറിക്കോ. ആദ്യം നബി ഒരു നേരത്തെ പടിവെക്കാം. നടക്കൂല, ഇയാളെ പറ്റൂല. ഇയാള് പണ്ട് ഇവിടെ ഞാൻ കയറ്റി നല്ല നിലക്ക് വേണമെങ്കിലും പുറത്തോളി, വലാത്തക്രമ ഈ സാധനം മാത്രം എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അതാണ് പരാതി എടുത്തത്. ആ കള്ളിയാണ് ഞാൻ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞോടി അല്ലാഹു തആലാക്ക്. എടാ, ഒന്നാമത് കയറ്റുന്ന ലിസ്റ്റിൽ ആരാണുള്ളത്? സയ്യിദുനാ ആദം. ആ റബ്ബല്ലേ. ഇജ് സ്വർഗത്തിന് കൊടുത്തില്ലല്ലോ എന്നാ സ്വർഗത്തിൽ നടയാൻ. നിങ്ങളാരെയും സ്വർഗത്തിന് കട്ടുപാഞ്ഞോ? പറയുന്നായി ഇല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെന്ത് ചെയ്തു? 1000 കൊല്ലം റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതെന്നെ എനിക്കും കൊണ്ട് എൻ്റെ വാപ്പതി പറഞ്ഞു, ജും പറഞ്ഞു. ആദം നബി അവിടുന്നാ ചെയ്തെങ്കിൽ ഇവിടുന്നാ ചെയ്ത്. അല്ലാഹു പാടില്ലാത്തതൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് പിന്നെ അന്തം വന്നു. അന്തം വന്നിട്ട് പിന്നെ 10 മിനിറ്റ് ആയുസ് കിട്ടിയുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്ക് കരിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ റബ്ബേ. അപ്പോഴത്തേക്ക് നിനക്ക് റബ്ബിനെ തിരിഞ്ഞാലേ അത് മനസ്സിലാവൂ. അല്ലാതെ പാഠം പഠിച്ചിട്ട് കാര്യമില്ല.